അപ്പോൾ കുട്ടികളെ രാവിലെ ഇങ്ങനെ അവിടുന്ന് കരച്ചിലിട്ടിട്ട് ഞങ്ങൾ വണ്ടി വന്ന് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ വെട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ തുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മനോട് ചോദിച്ചു. അപ്പോൾ അമ്മ അവിടുന്ന് കൈ കഴുകി വരുന്നതാണ് കാണുന്നത്. മുപ്പത്തിരണ്ടുകാരിയായ യുവതിയെ ഭർത്തൃമാതാവ് അതിദാരുണമായി കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് കരുളായി ഗ്രാമം ഇന്ന് ഉണർന്നത്. കരുളായി പഞ്ചായത്തിലെ കുണ്ടുങ്ങൽ എന്ന സ്ഥലത്താണ്, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. ഇവിടെയുള്ള രജില എന്ന ഒരു 32കാരിയാണ് ഭർത്തൃമാതാവിന്റെ വെട്ടേറ്റ് മരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയായിരുന്നു, എന്താ സംഭവം? ഞങ്ങൾ രാവിലെ കുട്ടികളെ ഒച്ചം കേട്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ കുട്ടികളെ രാവിലെ ഇങ്ങനെ അവിടുന്ന് കരച്ചിലിട്ടിട്ട് ഞങ്ങൾ വണ്ടി വന്ന് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ വെട്ടായിട്ട് കിടക്കുന്നത്. വെട്ടേറ്റ് കിടക്കുകയാണല്ലോ. മരണം സംഭവിച്ചില്ല? ഇല്ല, അപ്പോൾ സംഭവിച്ചില്ല. അപ്പോൾ തുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മനോട് ചോദിച്ചു. അപ്പോൾ അമ്മ അവിടുന്ന് കൈ കഴുകി വരുന്നതാണ് കാണുന്നത്. പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി. എന്താ നല്ല മുറികളുണ്ടായിരുന്നു? അപ്പോൾ രക്തം കിടക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാതെ ഒന്നും കഴിയില്ല, ആകെ തളർന്നു പോയി. എന്താണ് ഇതിന്റെ കാരണം? എന്തെങ്കിലും ഇല്ല, അങ്ങനെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്നലെ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള വീടാണോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടികളായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും ഇവിടെ ഒരു കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ ചായ ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ്, കുടുംബ പ്രശ്നം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് പറയുന്നു. ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പൂക്കോട്ടുംപാടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാവിലെ ഭർത്താവ് ജോലിക്ക് പോയ ശേഷമാണ് സംഭവം ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ നിങ്ങൾ ഇവിടെ എത്തിയോ? നമ്മളിവിടെ ഓടി വരുമ്പോ അതേപോലെ ഇങ്ങനെ അവള് വീണ് കിടക്കുന്നതാ കാണുന്നത്. ഇതേപോലെ കുറെ ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മളെ വീട്ടുകാർക്ക് പറഞ്ഞു അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓടി വന്നപ്പം എന്താണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ളൊരു ഒച്ചയും വിളിയും കാര്യങ്ങളൊന്നും ഇവിടുന്ന് ഈ പാക്കറ്റൊന്നും നമ്മൾ കേട്ടിട്ടില്ല, കേട്ടില്ല. അവരെ അപ്പൊ അമ്മായിമ്മയും മരുമോളുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ആണ് എന്നുള്ളത് മാത്രമേ ഇവരെ കേട്ടിട്ടുള്ളൂ. അപ്പോ ഈ അമ്മായിയമ്മ ശാന്തയെ പൂക്കോട്ടുംപാടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലേ? കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. അപ്പോ എന്താണ് ഇത്തരത്തിലൊരു ഇതിന് കാരണം എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയാലേ വ്യക്തമാവുകയുള്ളൂ. പൂക്കോട്ടുംപാടം പോലീസ് വീട് സീൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊപ്പം തന്നെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ശാന്ത പോലീസ് കസ്റ്റഡിയിലുമാണ്. കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു ശേഷം കാര്യങ്ങളെ ഇതിൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണ ശേഷമേ വ്യക്തമാവുകയുള്ളൂ. കുണ്ടുങ്ങൽ നിന്നും ക്യാമറ പേഴ്സൺ വിരീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.